ആദ്യ ഗാനം സമ്മാനിച്ച ഗുരുനാഥൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്ത് കേരളത്തിലെ വാനമ്പാടി KS ചിത്ര. ദേവാലയ സംഗീതജ്ഞൻ OV റാഫേലിൻ്റെ ദീപമേ ശാശ്വത ദീപമേ എന്ന ആത്മകഥയാണ് KS ചിത്ര തിരുവനന്തപുരത്ത് പ്രകാശിപ്പിച്ചത്. OV റാഫേൽ അറിയപ്പെട്ട സംഗീതജ്ഞനായിരുന്നു, കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സംഗീതജ്ഞനായിരുന്നു. പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ ഏറ്റവും അറിയപ്പെട്ട ആളായിരുന്നു OV റാഫേൽ. OVR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടും. പുല്ലൂർ ബിഷപ്പ് സെൽവിസ്റ്റർ പൊന്നുമുത്തൻ ആദ്യ പ്രതി KS ചിത്രയിൽ നിന്ന് ഏറ്റുവാങ്ങി. ഗാഗുൽഥാമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. സംഗീതത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള മനുഷ്യൻ ഒള്ളാട്ടുപുറം വർഗീസ് റാഫേൽ എന്ന OV റാഫേൽ. വിശുദ്ധ കുർബാനയിൽ അർച്ചനാഗീതമായി ആലപിക്കുന്ന ഈ ഗാനം മാത്രം മതി OV റാഫേലിന്റെ പ്രതിഭയറിയാൻ. സെമിനാരിയിലെ പഠനകാലത്ത് OVR തന്നെ എഴുതി ഈണമിട്ടതാണ് ഈ ഗാനം. കത്തോലിക്ക സഭയ്ക്കായി അടക്കം എഴുതിയ ചിട്ടപ്പെടുത്തിയ 3000-ലേറെ ഗാനങ്ങൾ. പൊള്ളുന്ന ജീവിതകാലത്ത് എണ്ണമറ്റ ആ ഗാനങ്ങൾ പിറന്ന വഴികൾ, അനുഭവങ്ങൾ, ഇതെല്ലാമാണ് ദീപമേ ശാശ്വത ദീപമേ എന്ന ആത്മകഥ. ചുരുക്കത്തിൽ OV റാഫേലിന്റെ ആത്മകഥ മലയാളത്തിന്റെ ദേവാലയ സംഗീത ചരിത്രം കൂടിയാകുന്നു. OVR ആകാശവാണിയിൽ കാഷ്വൽ മ്യൂസിക് കമ്പോസറായിരുന്ന കാലത്ത് മോഹൻരാജ് സംവിധാനം ചെയ്യാനൊരുങ്ങുന്ന നീലാംബരി എന്ന സിനിമയ്ക്കായി ഒരു ഗാനം ചിട്ടപ്പെടുത്താൻ അവസരം ലഭിച്ചു. ജ്യോതിസേ ദിവ്യ ജ്യോതിസേ എന്ന് തുടങ്ങുന്ന ഗാനം പാടാൻ OVR തിരഞ്ഞെടുത്തത് അന്ന് ആകാശവാണിയിൽ മിനി കൊറലിൽ പാടാനുണ്ടായിരുന്ന 12-കാരിയെ, സാക്ഷാൽ KS ചിത്രയെ. ജ്യോതിസേ ദിവ്യ ജ്യോതിസേ നിന്നെ പുണരുവാൻ കനിവോടെ നിൽക്കുന്നു ഞാൻ. എൻ്റെ ചലച്ചിത്ര സംഗീത ജീവിതത്തിലെ ആദ്യത്തെ പടി ഞാൻ വെച്ചത് OVR സാറിൻ്റെ സംഗീതത്തിലാണ്. അതിനു മുമ്പ് കുട്ടികളുടെ ഗായക സംഘം, ആകാശവാണിയുടെ കുട്ടികളുടെ ഗായക സംഘത്തിൽ ഞാൻ സാറിൻ്റെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അങ്ങനെയാണ് സാർ എന്നെ ഈ ഒരു പാട്ടിലേക്ക് സെലക്ട് ചെയ്തതെന്ന് സാർ ഇന്നലെ ഒരു ചടങ്ങിൽ പറയുകയുണ്ടായി. കടന്നുപോയ അനുഭവങ്ങൾ ഓർത്തെടുത്ത OV റാഫേൽ. 1970 ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ പാളയത്ത് ആണ് ആദ്യം വന്നത്, പാളയം പള്ളി. ആ ഗേറ്റിൽ വരുമ്പോൾ അവിടുത്തെ ഗായക സംഘം, അന്നുണ്ടായിരുന്ന ഫ്രാൻസിസ് സാറിൻ്റെ കീഴിലുള്ള ഗായക സംഘം എൻ്റെ ഒരു പാട്ട് പാടുന്ന ഞാൻ ആ ഗേറ്റിൽ നിന്ന് കേൾക്കുന്നു. ഞാൻ വാസ്തവത്തിൽ അങ്ങ് കുളിർന്നു പോയി. ഇപ്പോൾ എന്നെ കണ്ടപ്പോൾ സാറ് എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, സാറ് ഇരിക്കും സാറ് പറഞ്ഞു. ഇല്ലില്ല, ഇത് OVRൻ്റെ ഗാനങ്ങളാണ് ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നത്. അതിന് OVR പഠിക്കണം. ഞാനില്ല, സാറ് വായിച്ചാൽ മതി, ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. സാറ് ഇല്ല, സമ്മതിച്ചില്ല. ഓർഗനിൽ OVR വന്നിരിക്കും. അന്ന് തുടങ്ങിയതാണ് എൻ്റെ ഈ യാത്ര. സൂര്യ കൃഷ്ണമൂർത്തി, TK രാജീവ് കുമാർ, കാവാലം ശ്രീകുമാർ, രാജീവ് ONV തുടങ്ങിയവർ ആശംസ നേർന്നു. OVRൻ്റെ മകനും പ്രശസ്ത സംഗീത സംവിധായകനുമായ റോണി റാഫേൽ ചടങ്ങിൽ നന്ദി പറഞ്ഞു. 24 തിരുവനന്തപുരം. OVR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന OV റാഫേൽ നമുക്കൊക്കെ വളരെ വ്യക്തിബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പല ക്രിസ്തീയ ഭക്തിഗാനങ്ങളും വളരെ പ്രചാരം നേടിയ പ്രശസ്തമായ പാട്ടുകളാണ്. എന്തായാലും OV റാഫേൽ അദ്ദേഹത്തിൻ്റെ സംഗീത സഫരിയെ തുടരട്ടെ. അദ്ദേഹത്തിന് ദീർഘായുസ്സ് നേരുന്നു, ആരോഗ്യവും നേരുന്നു.